പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. And this time, I just ask the Lord, Lord, speak to me. Lord, speak to me. Because always we can see in the Bible, Lord initiates a conversation. And he is the great conversationalist. And whenever he had the conversation with anyone, that became a life-changing experience for the other person who was involved in that conversation. അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയെ, ഒരു അന്ധനായ യാചകൻ. കർത്താവ് അവന്റെ അടുക്കല് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? What do you want me to do for you? This is the same question while we are getting into this session and a discussion. Lord is asking you today, what do you want me to do for you today, now? And this is a very personal question. We are sitting in a group and joined from many countries and representing, and you will be thinking in that way, you are representing a place. No, you are called from a place. And Lord is asking you, what do you want me to do for you today? And now, at this time. While you joined in this meeting, it is very clear, you do have a heart for young people. യുവജനങ്ങളെ സ്നേഹിക്കുന്ന, യുവജനങ്ങളെ കരുതുന്ന ഒരു ഹൃദയം നിനക്കുണ്ട്. നിന്റെ ഹൃദയത്തെ ഇന്ന് ഈ സമയങ്ങളിൽ കർത്താവ് പ്രചോദിപ്പിക്കട്ടെ. ഒരു അനിമേറ്റർ എന്ന നിലയിൽ, അല്ലെങ്കിൽ യുവജനങ്ങളെ അക്കമ്പനി ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന നിലയിൽ, Lord will give you the proper guidance and instructions. And through our conversation, let that happen. Through our conversation, let God involve in that. Let Jesus involve in that, so that we will be more influential. We will be more inspirational. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആമേൻ. Yeah, so once again, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. So ഇത് വളരെ സിമ്പിൾ ആയിട്ട് അച്ഛൻ പറഞ്ഞ വാക്കുകള് ഇപ്പം അത് ചില സമയത്ത് ഒരു ഇപ്പം അച്ഛനുണ്ട്, പിന്നെ ഒന്ന് രണ്ട് സിസ്റ്റർമാരുണ്ട്, ബാക്കി ഉള്ള എല്ലാവരും ലേ പീപ്പിൾ ആണ്. പിന്നെ കുറെ അധികം ആളുകളും എന്നെ കഴിഞ്ഞും മൂത്തവരോ ഇല്ലെങ്കിൽ എന്നെ കഴിഞ്ഞും അല്ലെങ്കിൽ പ്രായമുള്ളവർ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാന് അച്ഛൻ പറഞ്ഞതുപോലെ സോജിൻ 5 മക്കളുടെ അപ്പനാണ്. 5 കുട്ടികളുണ്ട്. ഒരു ടീനേജർ തൊട്ട് താഴേക്ക് ഒരു 7 മാസമായ ഒരു കുട്ടി വരെയുള്ള 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. അപ്പൊ ലാസ്റ്റ് ഒരു 3.5-4 വർഷത്തോളമായിട്ട് ഇപ്പം 3.5 വർഷത്തോളമായിട്ട് ഓസ്ട്രേലിയയിലെ യൂത്ത് അപ്പോസ്റ്റലേറ്റിന്റെ ഡയറക്ടറായിട്ട് സഭയെ സേവിക്കുന്നു. അതിനു മുമ്പും ഇപ്പം നാട്ടിലൊക്കെ ആയിരുന്ന സമയങ്ങളിലും ചെറുപുഷ്പ മിഷൻ ലീഗ്, ഇപ്പം അതിനുശേഷം സഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, ആൻഡ് ഐ ഹാഡ് ലൈക്ക് തറാവ്ജീസ് യൂത്ത് ഫോർമേഷൻ ആസ് വെൽ. സോ അങ്ങനെ ഒരു യൂത്തുമായിട്ട് അക്കമ്പനി ചെയ്തുകൊണ്ടാണ് ലൈക്ക് പല കാര്യങ്ങളിലും ഇരുന്നേ. സോ ഈ ഒരു സമയത്ത് ഇപ്പൊ ചില കാര്യങ്ങൾ ഇവിടെ നടന്നതിന്റെ വെളിച്ചത്തിൽ ലൈക്ക് ഇപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പം എല്ലായിടത്തും ഇപ്പൊ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്ന ഇതാണ്. ഇപ്പം നമുക്ക് നാട്ടിലെ we know the working style probably, ഇല്ലെങ്കിൽ you involved ഇല്ലേ. ഇപ്പൊ പലരും വളരെ കാര്യമായിട്ട് ചെറുപ്പത്തിൽ യൂത്ത് ആയിട്ട് ഇൻവോൾവ് ആയിരുന്നു, വളരെ കാര്യമായിട്ട്.
പക്ഷെ ഇങ്ങോട്ട് വന്നു ഇവരുമായിട്ട്. ഇപ്പം യൂറോപ്പിലെ കോണ്ടെക്സ്റ്റ് കുറച്ചും കൂടെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, കാരണം ദർ വിൽ ബി മോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. ഇല്ലെങ്കിൽ ഒരു ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആൾക്കാരെ നിങ്ങൾ ഡീൽ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളെന്ന് ഞാൻ വിചാരിക്കും. റൈറ്റ്? അല്ല, നോന്ന് ഓൾറെഡി എനിക്കൊന്ന് സോജ ചേച്ചിയാണോ ചേച്ചി അല്ലേന്ന് എനിക്ക് അറിയത്തില്ല, ആരാണെങ്കിലും അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം അങ്ങനെയല്ല, കാരണം എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോൾ അങ്ങനെയാണ് അല്ലെ, അതായിരിക്കും ഉദ്ദേശിച്ചത്. ആൻഡ് ഓൾറെഡി യു ആർ ഡീലിംഗ് വിത്ത് ദം. So you already started, or you already felt the heat, which need to be molded. ഒരു യങ് ജനറേഷനെ മോൾഡ് ചെയ്യേണ്ട ഹീറ്റ് ചിലപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോ അതും ഒരു സീറോ മലബാർ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ ക്ലിയർലി ഇവരെ എങ്ങനെ മോൾഡ് ചെയ്യണം എന്നുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പം ഇരിക്കുന്നത്. സോ ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ നമ്മളെല്ലാം ഒരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിലാണ് നമ്മളെല്ലാരും ഉള്ളത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ, നോട്ട് ടേക്ക് ഇറ്റ് ആസ് എ ലൈക്ക് എ ബിഗ് സെഷൻ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്, ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. അപ്പൊ നമുക്കൊരു കോൺവെർസേഷൻ ആയിട്ട് തന്നെ പോകാതിരിക്കും, ഒരു ഡിസ്കഷൻ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു ഇൻസൈറ്റ് ഷെയർ ചെയ്യാനായിട്ട്. പക്ഷേ ബേസിക്കലി ഇപ്പൊ ഒരു ആനിമേറ്ററിന്റെ റോൾ എന്നുള്ളത് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡെഫിനറ്റ്ലി ഒരു അക്കംപനിമെന്റ് തന്നെയാണ്. അപ്പം ഇപ്പൊ നമ്മളിത് ഒത്തിരി കേട്ട വാക്കാണ്, ഇല്ലെങ്കിൽ പോപ്പ് ഫ്രാൻസിസ് റെഗുലർലി ഇല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടേം അതാണ്, വി നീഡ് പീപ്പിൾ ഹു ക്യാൻ അക്കംപനി യങ് പീപ്പിൾ. അപ്പം അക്കംപനി ചെയ്യുമ്പോഴത്തേന് ഇത് എങ്ങനെയാണ് ഇവരുടെ ഒരു ശൈലിയോട് യോജിച്ചു പോകുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ആൻഡ് സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആർ യു ടേക്കിംഗ് എനി പേഴ്സണൽ ഇനിഷ്യേറ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് യങ് പീപ്പിൾസ് ലാംഗ്വേജ്? ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ തന്നെ. അതായത് ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അപ്പൻ എന്റെ അടുക്കൽ വന്നിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, അവന്റെ ചെവിയിൽ എപ്പോഴും ആ കുന്ത്രാണ്ടമായിരിക്കുന്നത്. അപ്പൊ എന്നാ കുന്ത്രാണ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോഴത്തെ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം കാരണം ഒരിതുള്ളത്, ഞാൻ യങ് പീപ്പിളിനെയും കേൾക്കുന്നുണ്ട്, ഞാൻ പേരൻസിനെയും കേൾക്കുന്നുണ്ട്, ആൻഡ് ഐ ആം ഓൾസോ എ പാരന്റ്. അപ്പൊ ഇത് ഇപ്പൊ പല സമയങ്ങളിലും കോൺവെർസേഷൻസ് വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, കുന്ത്രാണ്ടം അവന്റെ ചെവിയിൽ എളുപ്പമുണ്ട്. അപ്പൊ ഇതനി അപ്പം പറയുന്നത് എന്നാ കുന്തമാണ് ഇവനൊക്കെ ഈ കേൾക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല, ആ സാധനം ചെവിയിൽ ഇല്ലാത്ത സമയമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് അപ്പൻ തന്റെ മോനെ കുറിച്ചും, രണ്ടുപേരും ഉണ്ട്, മോളും ഉണ്ട്, രണ്ടുപേരെ കുറിച്ചും വളരെ ആധികാരികമായിട്ടും വളരെ ഇതായിട്ടും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം യങ് പീപ്പിളിനെ ബ്ലെയിം ചെയ്യുന്നു അല്ലേ, യങ് പീപ്പിളിനെ വളരെ കാര്യമായിട്ട് ബ്ലെയിം ചെയ്യുന്നു, നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം എല്ലാവരുടെയും ചെവിയിൽ വളരെ കാര്യമായിട്ട് ഇത് വെച്ചോണ്ട്. അപ്പം അപ്പന്റെ കംപ്ലൈന്റ് എന്താണ്? ലൈക്ക് two complaints he is putting. One, it's always he is having this earphones, and second thing, what he listens to, I don't know. അപ്പൊ ഞാൻ ഈ അപ്പനോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒരിക്കലെങ്കിലും മകന്റെ അടുക്കൽ ചെന്നിട്ട് അവന്റെ ചെവിയിലിരിക്കുന്ന കുന്ത്രാണ്ടത്തിന്റെ ഒരു സൈഡിലത്തെ കുന്ത്രാണ്ടം ഊരിയെടുത്ത് സ്വന്തം ചെവിയിൽ വെച്ച് ഇതെന്താണെന്ന് കേൾക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? അപ്പൊ എന്നോട് അപ്പൻ പറഞ്ഞത് നോ. ഞാൻ പറഞ്ഞു, ബിഫോർ കംപ്ലൈനിങ്, just do that. Just get into his boat and just get into your daughter's boat or son's boat and then start complaining. Who knows? മറ്റേ ഇനി ഡാനിയൽ അച്ഛന്റെ വല്ല ടോക്ക് കേൾക്കുകയാണോന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴത്തേന് എന്നോട് പുള്ളി പറഞ്ഞു, സൂചന അങ്ങനെ പറയരുത്, അവൻ കേൾക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, ലുക്ക്, കേൾക്കോ കേൾക്കാതിരിക്കോ, ദാറ്റ് ഐ ഡോണ്ട് നോ, ലൈക്ക് അത് അവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ്. ബട്ട് ദ തിങ് യു ഹാവ് ടു ഡു ഇസ്, are you taking an initiative to understand or get into his boat or get into her boat? അപ്പൊ ഇത് തന്നെയാണ് as an animator, like I am not here to give you some some tips
I'm here to challenge you because ഇപ്പം നിങ്ങൾ ഡിഫറെന്റ് കൺട്രീസിലാണ്. ഡിഫറെന്റ് കൺട്രീസിലെയും വർക്കിംഗ് സ്റ്റൈലും ഇല്ലെങ്കിൽ the upbringing of the young people will be very different. That is based on the family, obviously, but country to country, it's also there will be differences. So I'm here to challenge you, to, and that's what I mentioned in the prayer. God is asking you, what do you want me to do for you now today? അപ്പോ നിങ്ങള് കുറേയും കൂടെ ഒരു ഇനിഷ്യേറ്റീവ്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമ്പോൾ, ഞാനിത് പറയാനുള്ള റീസണും ഇത് തന്നെയാണ്. when Bosco Pidav is appointed me to this role, like this was the very first time a lay person put into this role. It was the same situation. ഇപ്പൊ നിങ്ങൾ ഓസ്ട്രേലിയയുടെ മാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ I was there in Darwin that time. Now I am in Melbourne, where the chancery is. But when Bishop asked me to take this role, I was in Darwin. Darwin is actually a neglected place. അപ്പം ബൈബിളിൽ പറയുന്ന പോലെ അവിടെ നിന്നെങ്കിലും എന്തെങ്കിലും നന്മ പുറപ്പെടുമോ എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു സ്ഥലമായി. അപ്പം I was there. When I got this call to take up this role, my question was, why me? Why a person from Darwin? പക്ഷേ അത് ലുക്ക്, ഇത് ഇപ്പം നിങ്ങളെ ഇപ്പം ആരെങ്കിലും തള്ളി അനിമേറ്റർ ആക്കിയതാണോ? ബിനോച്ചനൊക്കെ അങ്ങനത്തെ കാര്യത്തിൽ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ ഏതെങ്കിലും സിസ്റ്റർമാരോ ഇപ്പൊ അച്ഛന്മാരൊക്കെ വന്ന് വളരെ കാര്യമായിട്ട് ചിലപ്പോ പറഞ്ഞു കാണുമായിരിക്കും. ഇപ്പം ഒബ്വിയസ്ലി സജിത ചേച്ചി like you are the best person to animate them, അല്ലെങ്കിൽ പോളേട്ട you are the best person to animate them, ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മുടെ സഭ മുഴുവൻ തകരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വളരെ കാര്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോ നിങ്ങൾ ഓർത്ത് കാണും, എന്തെങ്കിലും ഒരു ചാൻസ് നോക്കിയേക്കണം, ഇവന്മാരെയൊക്കെ ശരിയാക്കേണ്ടത് നമ്മളുടെയും കടമയാണ് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വളരെ ഇതോടുകൂടി വളരെ വിഷമത്തോടുകൂടി ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ ഇവിടെയാണെങ്കിൽ പോലും ചില അനിമേറ്റർമാർ പറഞ്ഞ് എനിക്കറിയത്തില്ല ഉമ്മാരുടെ കൂടെ പോയിട്ട് എന്നാ ചെയ്യാനാന്ന് ഒരു പിടുത്തവും ഇല്ല, കാരണം ഐ എം നോട്ട് ഗെറ്റിംഗ് ദം, എനിക്ക് ഇവരെ മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് പല സമയത്തും ഇപ്പം ആനിമേറ്റർ എന്ന ലെവലില് നമ്മള് ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒക്കെ ഒരു ഏരിയ എവിടെയായിരിക്കും, ദാറ്റ് കംപ്ലൈൻ. ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അത് പറഞ്ഞു തുടങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേനും നിങ്ങൾ പറയും ഐ എം നോട്ട് ഗെറ്റിംഗ് ദം, എനിക്ക് ഇവരെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചേ, വാട്ട് ആർ യുവർ വാട്ട് യു ഡു ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ അഗെയിൻ ബാക്ക് ടു മൈ സ്റ്റോറി. അപ്പൊ ഞാനും ചിന്തിച്ചത് why me and why a person from Darwin, because it's മെൽബണുമായിട്ട് around 3.5 hours or 4 hours ഫ്ലൈറ്റ് തന്നെയുണ്ട്. മെൽബൺ വരുന്നതിനെ കഴിഞ്ഞാൽ നല്ല എനിക്ക് സിംഗപ്പൂർക്ക് പോവാണെങ്കിൽ അടുത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ചെല്ലാം. That's very easy, rather than coming down to Melbourne. But when you need to believe in this, when God puts you in a position, he gives you the grace to do this. ഇത് പലപ്പോഴും ആനിമേറ്റേഴ്സ് ആയിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേരും ഒക്കെ പല സമയത്തും സ്ട്രഗിൾ. ഇപ്പം ഞങ്ങൾ ഇന്നലെ നടന്ന ഞങ്ങളുടെ ബൈബിൾ ക്വിസ് എവങ്കലിയോൺ 2021, ക്വിസ് മാസ്റ്റർ, മൈസെൽഫ് ആൻഡ് 1 or 2 people, അവര് മാത്രമേ ഉള്ളായിരിക്കും ഇതിനകത്തൊരു ഓൾഡർ പീപ്പിൾ ആയിട്ട് പ്രോജക്ട് ടീമിൽ ഇൻവോൾവ് ആയിട്ടു. ഇല്ലെങ്കിൽ ഇറ്റ് വാസ് ആക്ച്വലി എ ബിഗ് പ്രൊഡക്ഷൻ ആൻഡ് ദാറ്റ്സ് ലൈവ്, യു ക്യാൻ സീ ഇൻ ദ യൂട്യൂബ് ഇറ്റ്സെൽഫ്. ആൻഡ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് പറയുന്നത് യങ് പീപ്പിൾ ആണ്. ഇപ്പൊ അതിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ ടെക്നിക്കൽ സൈഡിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ദേ ആർ ഡയറക്ടിങ് ദ ഷോ ആൻഡ് വി ആർ ആക്ച്വലി when they direct the show, we are actually not helping them, like we are actually listening to them and അവർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. സോ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, നിങ്ങൾ അവരെ മനസ്സിലാക്കാനുള്ള ചില വേസ്, ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഉള്ളത്, you need to trust them, and you need to give them some opportunities. ഈ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കൂ. കാരണം
ഞങ്ങള് ഇവിടെ സുര മലബാർ യൂത്ത് മിനിസ്ട്രി ബിഗിനിങ് തൊട്ട് നമ്മൾ യങ് പീപ്പിളിനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, യു ആർ ദ ചർച്ച്, യു ആർ ദ പ്രസിഡന്റ് and you are capable enough to do this. 3 കാര്യങ്ങളാ പറഞ്ഞു. ഒന്ന്, യു ആർ ദ ചർച്ച്, നിങ്ങളാണ് സഭ. ആൻഡ് യു ആർ ദ പ്രസന്റ്, നിങ്ങള് ഇന്ന്, അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുവജനങ്ങളെ നോക്കിയിട്ട് ഒരു പക്ഷേ യു ആർ ദ ഫ്യൂച്ചർ ഓഫ് ദ ചർച്ച്. നോ. അതുകൊണ്ട് തന്നെയാണ് പോപ്പ് ഫ്രാൻസിസ് ക്രൈസ്റ്റസ് വിവിറ്റില് ക്രിസ്തുസ് വിവിറ്റിൽ വളരെ ക്ലിയർലി പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞൊരു കാര്യം, യു ആർ ദ നൗ ഓഫ് ഗോഡ്. സോ യു ആർ ദ പ്രസിഡന്റ് ആൻഡ് യു ആർ ദ present, you are the church, and you are capable enough to do this ministry with young people. അപ്പം ഇത് അവര് ബിലീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളും ബിലീവ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പം മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളും ചെയ്തത് അത് തന്നെയാണ് ഇവിടെ. when I took this role as a director, it was like, എനിക്ക് ഉണ്ടായ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺവിക്ഷൻ, ഗോഡ് വാസ് ആസ്കിങ് മീ ടു ടേക്ക് സം റിസ്ക്സ്, നോട്ട് കാൽക്കുലേറ്റഡ് റിസ്ക്സ്. ഇപ്പൊ പലപ്പോഴും many of us ready to take some risks if it is calculated. ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ നമ്മൾ റെഡിയാണ് ആ റിസ്ക് എടുക്കാനായിട്ട്. No, God is simply asking you to take some risk. ഇപ്പൊ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ റിസ്ക് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ വളരെ റിസ്കിയാണ്. ഇപ്പൊ ഉള്ള ഈ റോള് വളരെ റിസ്കി തന്നെയാണ്. And I'm glad, like ഇപ്പം ബിനോയ് or ഇപ്പം I was in contact with Siljo for this program, and he accompanied young people for many years. നമ്മുടെ കോണ്ടെക്സ്റ്റ് ഒക്കെ ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ ചില സമയത്ത്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. God is asking you to take some risks, literally. വീണ്ടും അതോട് ചേർത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പം കർത്താവ് നമ്മളെ നയിക്കാനായിട്ട് പോകുന്ന വഴികളോട് നമ്മളുടെ ഒരു ഓപ്പൺനെസ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, മഴ പെയ്യുമ്പോഴത്തേന് കുട നിവർത്തണം എന്നുള്ളത്. വി നോർമലി യൂസ് അംബ്രല്ല. And ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, there is any other innovations which we can use when it is raining? കാരണം ഇപ്പൊ നാട്ടിൽ നിന്നാണ് നമ്മളെല്ലാം ഹെയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് നാട്ടിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് what we did in the churches, we very clearly we know, or we involved in that. In a western context, ഇപ്പൊ ഇവിടെയും മഴ പെയ്യുമ്പം നാട്ടിലെ കുടകൾ അതേപടി ചിലപ്പം നിവർത്താൻ പരിശ്രമിച്ചാൽ we will become a failure എന്നുള്ളതല്ല, maybe that will not work here. So we need to think about casbrellas. That's also an innovation of umbrella. It's upside down ആയിട്ട് തുറക്കുന്നൊരെണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. That is a new innovation, and that also does the job. But ഇത് ഈ ഒരു ഇന്നോവേഷൻ വരാനായിട്ടുള്ള റീസൺ, when a person got into the his house with his umbrella, വീടിനകം വെറ്റായി. കാരണം ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അംബ്രല്ല നമ്മുടെ ഇതിനകത്തുനിന്ന് ഇതെല്ലാം ഡ്രോപ്പ് ആവും. And then the same person tried to got into his car. അപ്പോഴും ഈ മനുഷ്യൻ വെറ്റായി, ലൈക്ക് അംബ്രല്ല ഇത് ചെയ്തപ്പോഴത്തേന്. Then he thought about upside down, and that was actually helping him without hurting himself. So this is an innovation. So എൻ്റെ ഒരു വളരെ ഒരു തോട്ട് നിങ്ങളോടുള്ളതും അത് തന്നെയാണ്. God will give you the ways to deal with young people. നമ്മള് രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഒന്ന് അവൈലബിലിറ്റിയാണ്. And when you are in this role, God is asking you to be available for young people. Open your houses for them.
and let them feel that you are there for them. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഒരു വേണ്ട, ഒരു 3 വാക്കുകൾ വെച്ച് തന്നെ ആവായിരിക്കും, അതായിരിക്കും നല്ല. രണ്ടാമത്തെ ഒരു വാക്ക് അക്കൗണ്ടബിലിറ്റി. And you need to take this very seriously, and you need to be accountable to them, and you are accountable to God, അത് നമുക്കറിയാം. But you need to accountable to them as well. അപ്പോഴത്തേന് അവരിപ്പോ ഒരു അങ്കിളെ, ആന്റി ഓർ ചേട്ടാ, ചേച്ചി, വാട്ട് എവർ ദേ കോൾ യു, and they mean it, and you need to take that stand with proud, and you need to be very accountable for them. Yes, I'm here for you. മൂന്നാമത്തെ ഒരു കാര്യം, let them feel you are approachable. ഇപ്പൊ ചിലയിടത്തെങ്കിലും ആനിമേറ്റേഴ്സ്, ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, നമുക്കറിയാവുന്ന ആരുടെയും കാര്യമല്ല പറയുന്നത്, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ഡിസ്ക്ലൈമർ പറയാറുണ്ടല്ലോ. പക്ഷെ ചില സമയത്തെങ്കിലും ചില ആനിമേറ്റേഴ്സ് എങ്കിലും യങ് പീപ്പിൾ എന്നോട് പറയുന്ന ഒരു കാര്യം എന്താണ്, അവരച്ഛന്റെ സ്പയ്യ, ഇല്ലെങ്കിൽ പാരിഷ് കൗൺസിലിന്റെ സ്പയ്യ. അതായത് I'm not talking about you, okay? അപ്പൊ ഇതല്ലല്ലോ, it is not us. ഇപ്പം അതല്ല. ഇനി ചില സമയത്തെങ്കിലും ഇപ്പൊ കോർഡിനേറ്ററും അച്ഛനും, ഇല്ലെങ്കിൽ കോർഡിനേറ്ററും പാരിഷ് കൗൺസിലും ഒക്കെ തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട്, ഡെഫിനറ്റ്ലി യു നീഡ് ടു ബിക്കം എ ബ്രിഡ്ജ്. ബട്ട് ഇപ്പം അവര് പറയുന്നു, നിങ്ങൾ അത് അച്ഛനോട് പറയുന്നു, അതല്ല. ലെറ്റ് ദം അവരെ തന്നെ ഫ്രണ്ട് ലൈനിൽ നിർത്തണം. ആൻഡ് വി ആർ ദെയർ സിംപ്ലി അവരെ അക്കമ്പനി ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ അവരുടെ കൂടെ ആവുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നിങ്ങള് ഏത് സമയത്തും അപ്രോച്ചബിൾ ആണ് എന്നൊരു ഫീലിംഗ് അവർക്കുണ്ടെങ്കിൽ, ഈ ഒരു അവൈലബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും അപ്രോച്ചബിലിറ്റിയും ഉണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത് നടക്കും. നമ്മൾ പറഞ്ഞൊരു വേർഡ് അക്കമ്പനിമെന്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇഫ് യു ആർ ടേക്കിംഗ് യുവർ റോൾ വെരി സീരിയസ്ലി ആൻഡ് യു ആർ ബിക്കമിങ് മോർ അവൈലബിൾ ഫോർ യങ് പീപ്പിൾ, ആൻഡ് ഗോഡ് നീഡ്സ് സംവൺ ടു ടേക്ക് ദിസ്. അതും വളരെ ക്ലിയർ ആണ് കേട്ടോ. ഇപ്പൊ അതായത് നിങ്ങള് ഇപ്പൊ അവരുടെ കൂടെ ആയിരിക്കും. ഇപ്പൊ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ വൈകിട്ട് ഞങ്ങള് എവങ്കലിയോൺ ക്വിസ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചു വീണ്ടും ചാൻസറി വന്ന് വി സെലിബ്രേറ്റഡ് ഹോളി കുർബാന. അപ്പം അത് ഒരു താങ്ക്സ് ഗിവിംഗ് ഹോളി കുർബാന. അപ്പോഴത്തേന് ഞാൻ പറഞ്ഞല്ലോ, പാട്ട്ലൈഡിൽ വന്നവരാണ് തിരിച്ച് പോയത്. അപ്പോഴത്തേന് അവർക്ക് HSP വേണം എന്ന് പറഞ്ഞ് പറയുകയാണ്. അപ്പൊ അതായത് ഇറ്റ്സ് എ പർട്ടിക്കുലർ ഇപ്പൊ ഒരു മീറ്റ് ബോക്സ് ആണ്, ലൈക്ക് ഷേവ്ഡ് മീറ്റ്, ഷവർമയൊക്കെ പോലത്തെ ഇതുള്ള അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ ഇത് വേണം എന്ന് പറയുന്നു. അപ്പം മെൽബണിലുള്ള ക്രൂ, അവര് മീൻസ് ക്രൂ ഇൻ ദ സെൻസ് യങ് ലീഡേഴ്സ്, അവർ പറയുന്നു യെസ്, നമുക്ക് വി നീഡ് ടു ടേക്ക് ദം ടു ഇൻ ദ ബെസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് അവര് വളരെ ക്ലിയർലി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങള് അവരുടെ കൂടെ പോകുന്നു. അപ്പൊ പോയി അവസാനം തപ്പിപ്പിടിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേന് അതൊരു കുഞ്ഞു കടയാണ്, അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോഴത്തേന് നമ്മളുടെ മെൽബണിലുള്ള അടുത്തൊരു പെൺകുട്ടി, അവൾ അപ്പോഴത്തേനും പറയുന്നു ലൈക്ക് വി വിൽ ജസ്റ്റ് ഗോ മൈ ഹൗസ്, അതൊരു 10 minutes away from there, and we are calling them and their family and we are going there and eating this pretty much ഒരു 10:30 in the night. അപ്പം ഞാൻ പറഞ്ഞു, എടാ എനിക്ക് വീട്ടിൽ പോണം, പക്ഷെ at the same time I need to accompany and I need to stretch myself a bit more for them, and I know that's worth. അപ്പം യങ് പീപ്പിളുമായിട്ട് കുറച്ചും കൂടെ ഒരു ഹാർട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇറങ്ങി നടക്കാനായിട്ട് പറ്റിയാൽ it will be a great. So be available for them and let them know you are approachable and you are holding that much accountability for them, and let them know you are ready, and and let them experience you are accompanying them rather than anything else. So in another ഒരു കാര്യം,
നമുക്ക് ഒരു നാട്ടിലെ ഒരു ശൈലിയിൽ ഇപ്പം യങ് പീപ്പിൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ വിചാരിക്കുന്ന വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ ഇവിടുത്തെ ഞങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്തൊരു 2 എലമെന്റ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന്, every opportunity should give young people, there should be an opportunity for young people to experience Jesus personally. ഒരു എൻകൗണ്ടർ ഉണ്ടാകാനായിട്ട് ഒരു നാട്ടിലെ ശൈലിയിൽ, ഇപ്പൊ ഒരു KCYM ഒക്കെ ശൈലിയില് ഇപ്പം ഒരു കൊടി പിടിക്കുന്ന ഇല്ലെങ്കിൽ എന്തിനേയും ഏതിനേയും എതിർക്കാനായിട്ട് ചാടി ഇറങ്ങുന്നത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. There should be an opportunity for young people to experience Christ personally in their lives. അതായത് let them find out their identity in Christ. And second thing, let them experience their Syro-Malabar identity. That is so unique. ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിലെ ഡയറക്ടേഴ്സ് അവരുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു നെറ്റ്വർക്കിന്റെ മീറ്റിങ്ങുകൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോഴൊക്കെ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻസിൽ ഓസ്ട്രേലിയൻ ബിഷപ്സും ഓസ്ട്രേലിയൻ കാത്തലിക് യൂത്ത് ഡയറക്ടേഴ്സും എന്നോട് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, സോജിൻ, we need you in Australia as you are. ഞങ്ങൾക്ക് നിങ്ങളെ ഓസ്ട്രേലിയയിൽ നിങ്ങളായിട്ടാണ് വേണ്ടത്. Don't try to embrace all the Western culture. And we value your unique identity, your Oriental ecclesial identity. And we are that. We are Syro-Malabar we are Syro-Malabar Church. We are Syro-Malabar Church. അപ്പം ഈ ഒരു ഐഡന്റിറ്റിയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് യങ് പീപ്പിളിന് പറ്റണം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ ഒരു പെൺകുട്ടി, അവള് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നെഞ്ചിനുള്ളിൽ ഈശോ നെഞ്ചും വിരിച്ച് സീറോ-മലബാർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അവിടെ നിന്ന് 2 ചാട്ടം പിള്ളേരുടെ മുമ്പിൽ കടന്നു ചാടിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം 2 കോർ ആയിട്ടുള്ള കാര്യങ്ങളും വളരെ സ്ട്രോങ്ലി ഇതെങ്ങാനും ഞാനാണ് അവിടെ നിന്ന് പറയുന്നതെങ്കിൽ, മക്കളെ നെഞ്ചിനുള്ളിൽ, എന്റെ നെഞ്ചിനുള്ളിൽ ഈശോ, ഞാൻ നെഞ്ചും പിരിച്ച് ഞാൻ സീറോ-മലബാറാന്നൊക്കെ പറഞ്ഞ് 2 ഡയലോഗ് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാ കൊള്ളാം കേട്ടോ, കൊള്ളാം എന്ന് പറയുമായിരിക്കും. ബട്ട് when this young person told this, and she is only 22 and she born in Middle East and she raised up in Australia. അപ്പൊ ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വി ഗേവ് ദം. ഇപ്പം ലുക്ക്, എസ്പെഷ്യലി വാട്ട് സിറോ-മലബാർ ചർച്ച് സിനഡ് സെയ്സ്, ഇപ്പം ബോസ്കോ പിതാവിലൂടെ അത് വളരെ ക്ലിയർലി മാൻഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളത്. ഇപ്പൊ മേ ബി നിങ്ങൾ ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പം ലൈക്ക് നമ്മൾക്കൊക്കെ ഇപ്പം we all are hailing from different places. ഇപ്പൊ ഞാൻ കോട്ടയത്തു നിന്നാണ്, ഇപ്പൊ ഇല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും. ആൻഡ് വി റൈസ്ഡ് അപ്പ് വിത്ത് ദാറ്റ് ആ ഒരു പർട്ടിക്കുലർ പ്ലേസിന്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നെങ്കിൽ തെക്കനായിരിക്കും, അല്ലെ വടക്കനായിരിക്കും, അല്ലെ നടുവനായിരിക്കും നോർമലി. പക്ഷേ ഈ 3 അല്ല നിങ്ങൾ. യു ആർ ആക്ച്വലി there as part of the apostolic visitation of Europe. And definitely നിങ്ങൾക്കൊരു അത് അപ്പസ്റ്റോളിക് വിസിറ്റേഷനൊപ്പം ഒരു എപ്പാർക്കി സ്ഥാപിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് വേണം കേട്ടോ. വേണ്ട അഗെയിൻ ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, റീസെന്റ് ഞങ്ങളുടെ അതിർത്തി കുറച്ചും കൂടെ വിശാലമായി, ഓഷ്യാനിയ മുഴുവനായി. ഇപ്പൊ ന്യൂസിലൻഡിൽ we were actually supporting them for everything, but now they are also part of the Melbourne eparchy. Why is that? Why Rome decides to give this Oriental church or us? ഇപ്പൊ വേണ്ട അഗെയിൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാള് എനിക്ക് മറ്റേ ജർമ്മനിയിലെ സഭ പിളർപ്പിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ വളരെ കാര്യമായിട്ട് ഒരു ഇത് കണ്ടാണ്. ജർമ്മനിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കോൺട്രവേഴ്ഷ്യൽ ഇതൊന്നും ഞാൻ പറയുമല്ലോ കേട്ടോ. ബട്ട് അതിന് താഴെ ആ പേഴ്സൺ എനിക്ക് എഴുതിയ ഒരു കാര്യമുണ്ട്, ദിസ് ഈസ് വൈ വി നീഡ് അവർ എപ്പാർക്കി ഇൻ ജർമ്മനി.
you know, look, means I don't know, it's an extreme position or anything like that, but that's also true. Because there is a uniqueness, you know, like nammalde or ecclesial identity, that is also very very important ennu thanne njan vicharikkunne. Appam naatile where you are hailing from, that doesn't matter. Karanam ningal ministry cheyna, especially if you are ministering to young people who raised in Europe, they don't know whatever happens in naad. I don't think so. Ividuthe pillarku ariyilla. അവർക്ക് ഇപ്പം ഒരു കാര്യം വളരെ ക്ലിയർ അറിയാം, കോവിഡ് വളരെ കൂടുതലാണെന്ന് അവർക്ക്. പിന്നെ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം അവർക്ക് അറിയായിരിക്കും. അതിൽ കൂടുതൽ they are not much involved with the politics or religious or social happenings in India or in Kerala. So what we need to do, you know, we need to figure out what is happening in your country, and you need to create a platform for young people where they can experience Christ, where they can experience our ecclesial oriental identity. Appo idu parayumbol njan oru statement kuda njan ivide parayum, and that is from, you know, Placid J. Padivar Achan, and Achan said, you know, Syro Malabar ennu parayunnathu Catholic or Christian in faith, and then Oriental in worship, Indian in culture. For മൂന്ന് ടേംസ് ആണ് ഉപയോഗിച്ചത്. And he was addressing faith and worship style, and also about the culture. And a faith definitely Catholic ആണ്. അത് മാറ്റം വരാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. You know, we are Catholics, Eastern Oriental Catholics. And our worship style, that is Oriental spirituality, and we follow. And last thing, culture. And I will be a slight change, you know, like we say in Australia, we are Indo-OC in culture, not probably Indian in culture. Our root is Indian, but we will be, you know, probably Indo-OC in culture. Appam ee oru identity kude nammalde young people nonnu മനസ്സിലാവുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്, and I'm more than happy to take, you know, questions. നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ വളരെ ബേണിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുമെങ്കിൽ, you know, അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഒന്ന് തുടങ്ങി വെച്ചു എന്ന് മാത്രമേ. നമുക്ക് ഈ ഒരു സമയം പ്രയോജനപ്പെടുത്താം. നമ്മളിപ്പോ കേട്ട പോലെ തന്നെ നമ്മുടെ യൂറോപ്പിന്റെ ഒക്കെ ഏകദേശം സിമിലർ ആയിട്ടൊരു കോണ്ടെക്സ്റ്റില് SMIM-നെ ബിൽഡ് ചെയ്യുകയും അതിനെ ഒരു നാഷണൽ ലെവലിലൊക്കെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം സ്റ്റാർട്ട് ഷൂട്ടിംഗ് യുവർ ക്വസ്റ്റ്യൻസ് ടു സോജിൻ, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്കൊരു കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് ചോദിക്കുമ്പോൾ ചാറ്റ് ഇടുവോ എന്തോ ചെയ്യാം കേട്ടോ. അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചാറ്റ് ബോക്സിലാണെങ്കിലും ചാറ്റ് ബോക്സിലൊന്ന് ഞാനൊന്ന് ആക്കി വെച്ചേക്കാം. ദൈവമേ, ചോദ്യങ്ങളില്ലെങ്കിലും വളരെ നല്ല കാര്യം ആണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കേട്ടോ. നല്ല കാര്യം എന്നുള്ളതല്ല, നല്ല കാര്യമാണോ എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബോക്സിൽ വന്നിട്ടുണ്ട്. പോളേട്ടൻ ആണ് ചോദിക്കുന്നത്. And that question is, how do you find all your activities? Fund all your അത് നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പോളേട്ട, like we need to believe in God's providence. കാരണം ഫണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇവിടെ എപ്പാർക്കിനെ കുറിച്ച് ചോദിച്ചാൽ പോലും എപ്പാർക്കി പോലും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, ഇൻഫൻസി സ്റ്റേറ്റസിലാണ് നമ്മൾ. So it will be very hard to create fund then start the activities.
And what we did was do the activities, God will provide. God will provide. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറയുന്നേ, ഫസ്റ്റ് ഇയർ, അതായത് 2018 ഫെബ്രുവരിയിലാണ് ഐ ടുക്ക് ദ ഓഫീസ് ഹിയർ ഇൻ ഓസ്ട്രേലിയ ഒഫീഷ്യലി. 2018 ഫെബ്രുവരിയിൽ. 2018 ഡിസംബറിൽ we did a national conference called Unite. ഷാലോം അത് ലൈവായിട്ട് എയർ ചെയ്തായിരുന്നു. അതിനകത്ത് ഓർക്കണം, ഞാൻ മാത്രമായിരുന്നു ഒരു ഓൾഡ് ഈ യങ് പീപ്പിളുമായിട്ട് ഇൻവോൾവ് ചെയ്തത്. അപ്പം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കേട്ടോ ഒരു 10 months കൊണ്ട് കർത്താവ് ഈ ഒരു നാഷണൽ ലെവലിൽ ഈ ഒരു കോൺഫറൻസ് മെൽബണിൽ വെച്ച് പുള്ള് ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിച്ചത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 190, അതായത് 190 അല്ലെ, 1,90,000 അല്ല, അത് ഞാൻ ഇവിടുത്തെ രീതിയിൽ 190 എന്ന് നമുക്ക് പറയില്ല, അതായത് $190,000 ബഡ്ജറ്റ് ആയിരുന്നു. അപ്പം ഒരു ഹ്യൂജ്. അപ്പോഴത്തേന് പിതാവ് 2 കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. 1, ആള് വരുമോ? 2, പൈസ എങ്ങനെ ഉണ്ടാവും? 2 ബേണിംഗ് ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ 400 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 403 പേര് പങ്കെടുത്തു. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളെ ലീഡേഴ്സുമായിട്ട് ഞങ്ങൾ പറയും, അതായത് 400 പേരും പിന്നെ ആ എക്സ്ട്രാ 3 പേര് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ കോറം തികച്ച് 403 ആയിട്ടിരുന്നു. പിന്നെ ഒരു 50 ആനിമേറ്റേഴ്സും അവിടെ അവരോടൊപ്പം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന അച്ഛന്മാരും ആനിമേറ്റേഴ്സും ആയിട്ട്. And then, like there was a small deficit program ഉണ്ടായപ്പോ. പക്ഷേ within 4 months God provided everything and we did it. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഫണ്ട് നമ്മള് പിന്നെ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന 1-2 സ്ട്രാറ്റജീസ് ഡെഫിനറ്റ്ലി. ഇപ്പൊ പേരൻസ് അല്ല നമുക്ക് ഇപ്പൊ നമ്മളുടെ യൂത്ത് മിനിസ്ട്രിയെ മെയിൻലി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ദോസ് യങ് പീപ്പിൾ തന്നെയാണ്. സോ നമ്മളും അവരുടെ ഇടയിൽ ഒരു ടൈപ്പിംഗ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ഡു ഹാവ് not a strategy, like a project called Equip, where young people contribute for the youth apostolate on a monthly basis. പക്ഷെ ഇതുപോലും ഇപ്പൊ നമുക്കൊരു 30 ഒക്കെ ആളുകളെ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഓൾ ഓവർ ഓസ്ട്രേലിയയിൽ നമുക്ക് 30 പേരൊക്കെ റെഗുലർലി അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുള്ളൂ. ദാറ്റ്സ് ഫൈൻ. ഇപ്പൊ നമുക്ക് അപ്പം അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കാവുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു റെഗുലർ കോൺട്രിബ്യൂഷൻ യു ക്യാൻ ലൈക്ക് ഇൻ ദ ബിഗിനിങ് യു ക്യാൻ ആസ്ക് ഫോർ പാരന്റ്സ് വൺ ഓഫ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചോദിക്കായിരിക്കും. ബട്ട് ബിലീവ് ഇൻ ദാറ്റ് ഗോഡ് വിൽ പ്രൊവൈഡ്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ആക്ടിവിറ്റി പോലും നടക്കാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിങ്ങൾ പലരും പല മൂവ്മെന്റ്സിലും ഇല്ലെങ്കിൽ പല എക്ലേസിയൽ മൂവ്മെന്റ്സിലും പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യും. നാട്ടിലാണെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. കാരണം നാട്ടില് ഓരോ അപ്പോസ്റ്റലേറ്റിനും ഇല്ലെങ്കിൽ ഓരോ ഇയർലി ബഡ്ജറ്റിലും ഒരു പൈസ വകയിരുത്തിയിട്ടുണ്ട്. യൂത്തിന് 2 ലക്ഷം രൂപ, യൂത്ത് ചെയ്തോടാ, എല്ലാം ചെയ്തു. ഇവിടെ നമ്മള് എപ്പാർക്കിക്ക് ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ചിലപ്പം ബെസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കും. Did you do any charity fundraising events? Yes, we do. അതും പല ലെവലിലാണ് നമ്മൾ ചാരിറ്റി ഫണ്ട് റൈസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്പോൺസർ എ ചൈൽഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നാട്ടിലെ ഒരു ഓർഗനൈസേഷനെ നമ്മൾ ഇപ്പോൾ ഒരു എപ്പാർക്കിയൽ ലെവലിൽ ചൂസ് ചെയ്തിട്ട് അവിടെ നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ ഇപ്പൊ പല നാഷണൽ അവരും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ യങ് പീപ്പിൾ തന്നെ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ്സ് ആണ് കേട്ടോ. അവര് ചോദിച്ചു why we can't do something like this, then we figure out an organization in Kerala and orphans-നെ നോക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടുത്തെ ഒരു 6 കുട്ടികളെ നമ്മൾ ഇനി അവരുടെ എഡ്യൂക്കേഷൻ തീരുന്നിടം വരെ നമ്മൾ ഈ വർഷം തൊട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഓൺഗോയിങ് ലെവലിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു.
അപ്പം അത് സ്പോൺസറൈഡ് ചൈൽഡ് എന്നുള്ള ഒരു കാര്യം. ആൻഡ് അനദർ തിങ്സ് ഇവിടെ നടന്നത് ഇപ്പൊ ഒരു ക്യാൻസർ കൗൺസിലും, ഇപ്പൊ ക്യാൻസർ കൗൺസിൽ ഓസ്ട്രേലിയ, ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള അപ്പൊ അവരുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മള് വി വെയർ റേസിംഗ് ഫണ്ട് ഫോർ ദം. ഒരു സോഷ്യൽ ഇമ്പാക്റ്റും കൂടെയാണ്. അപ്പോഴത്തേന് വിത്ത് മച്ച് പ്രൗഡ് ഐ വിൽ സേ, ഒരു യങ് ലേഡി, അവൾക്കാണെങ്കിൽ ഇപ്പം നല്ലതുപോലെ മുടി ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, പിന്നെ ഷേവ് യുവർ ഹെയർ ഇല്ലെങ്കിൽ ഷേവ് യുവർ ഹെഡ് എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു ഫണ്ട് റേസിംഗ് ഇത് എനിക്ക് തോന്നുന്നു യൂറോപ്പിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു ഇത്. അപ്പം ഷീ ഡിഡ് ദാറ്റ് ആൻഡ് ഷീ റേസ്ഡ് എ ഗുഡ് എമൗണ്ട് ഓഫ് money and our community was so generous. ഞാൻ വിത്ത് പ്രൗഡ് ഐ വിൽ സേ, എനിക്ക് തോന്നുന്ന സഭയില് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിനും ഈ വർഷം ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു ഫുൾ ടൈം മിഷണറിയും കൂടെ ഉണ്ട് കേട്ടോ, ആൻ കട്ടിക്കാരൻ. സോ she was actually working as a quality analyst and she resigned her job last December and she took 1 year commitment for 2021 in midst of this COVID pandemic. And she's ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ക്യാൻബറയിലേക്ക് തിരിച്ചു പോകാനുള്ളവനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം അപ്പൊ ആ പെൺകുട്ടിയാണ്, she is actually the assistant coordinator of SMIM national team as well. അപ്പം ഈ ഒരു സെയിം പെൺകുട്ടി തന്നെയാണ് അവള് മുടി ഷേവ് ഓഫ് ചെയ്തത്. ആൻഡ് നമ്മളുടെ കുറെ അധികം പാരിഷസില് അവരൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന് എല്ലാവരും ഇപ്പൊ 10 പേര് ഒരുമിച്ച് തലയൊക്കെ ഷേവ് ഓഫ് ചെയ്ത് and they were raising രണ്ട് കാര്യങ്ങളാണ്, ഫണ്ട്സ് മാത്രമല്ല, ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് an awareness in the community. അപ്പം അങ്ങനത്തെ ചാരിറ്റി ഫണ്ട് റേസിംഗ്സും നടക്കാറുണ്ട് പല ലെവലിൽ. അത് പാരിഷ് ലെവലിലൊക്കെ പല പല കാര്യങ്ങളാണ്. താങ്ക് യു പോളേട്ട. ആൻഡ് then anybody else? I actually have one question. I'm calling from Germany, and the Chodyam is on the Zero Malabar tradition. You said we have to give guidance on the importance of Zero Malabar tradition. But ഞങ്ങൾ ഇവിടെ ജർമ്മനിയിൽ, ഞാനും ഇവിടെ ജനിച്ചു വളർന്നതാ. സീറോ മലബാർ കുർബാനയുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ലാറ്റിൻ കുർബാനയും കൂടുന്നുണ്ട് സൺഡേസ് ഓർ വീക്ക്ഡേയ്സ്. So ഇവിടുത്തെ യൂത്ത് രണ്ടുമായിട്ടാണ് വളരുന്നത്. So there is Latin tradition, there's Zero Malabar tradition. They're not necessarily conflicting, but they're different. അപ്പം ഈ ചോദ്യം always arises, why do we need Zero Malabar tradition? Because we have Latin tradition. And so do you have any practical guidance? What can we do within our ministry or talking to the youth to highlight the importance of our tradition, our origin, or identity, as you rightly said? Thank you. Tanja, right? Tanya. Tanya, okay, Tanya, yeah. അത് ജർമ്മനിയിൽ ജർമ്മൻ അല്ലെ ടാനിയ എന്ന് നമ്മള് സ്പെല്ലിംഗ് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. ഓക്കെ. So you already said you born there, right? So you born there, but ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇപ്പൊ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഞാനിപ്പോ എന്റെ അപ്പൻ is no more, പക്ഷെ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അപ്പനൊരു വലിയൊരു എക്സ്ട്രീം ചിന്താഗതിയുള്ള ആളൊന്നും അല്ല. പക്ഷെ ഒരിക്കൽ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, നീ ഒരു സീറോ മലബാർ അപ്പനാണ് ജനിച്ചത്, അതുകൊണ്ട് തന്നെ നിന്റെ റൈറ്റ് നിന്റെ അപ്പന്റെ റൈറ്റ്. ദാറ്റ് ഈസ് മീ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം ഞാനപ്പോഴത്തേന് ഇങ്ങനെ എന്റെ ഉള്ളിൽ പറഞ്ഞു, I born as a Zero Malabar and I will die as a Zero Malabar. ഇവിടെ വന്നപ്പോഴും ഓസ്ട്രേലിയയിൽ വന്നപ്പോഴും in the same way, ഞാൻ ഡാർവിനിലേക്കാണ് വന്നത്. അപ്പം ഡാർവിനിൽ അപ്പം അന്ന് നമുക്ക് ഒരു 3 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു കുർബാന നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മള് start using the term Zero Malabar അല്ലെങ്കിൽ ഹോളി കുർബാന instead of holy mass. ഹോളി മാസ് എന്ന് പറയുന്നത് ലാറ്റിൻ ട്രഡീഷനും
നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഒക്കെ ബിനോജ് അച്ഛൻ ഇനി പതിയെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ അതിലേക്ക് ഞാൻ ഇത് ചെയ്യുന്നില്ല. ബട്ട് ഇപ്പം ഞാൻ ചില പ്രോഗ്രാമിലൊക്കെ ബിഗിനിങ്ങിന്റെ സമയത്ത് ഹോളി മാസ് എന്ന് എഴുതി പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേന് പിതാവ് ഇങ്ങനെ പതിയെ ആ പ്രോഗ്രാം ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട്, സോജിൻ ഹോളി കുർബാന എന്ന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്, കാരണം നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ ഞാനും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മള് യൂസ് ചെയ്യുന്നത് അതാണ്, ഹോളി കുർബാനയാണ് നമ്മളുടെ, ഹോളി മാസ് അല്ല. അപ്പൊ തന്നെ നമ്മളും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ക്ലിയർലി നമ്മൾ ലുക്ക് യു ആർ സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ. അപ്പൊ അവർ ചോദിക്കും ഉറപ്പായിട്ടും, വൈ വി ആർ നോട്ട് സെയിങ് ഹോളി മാസ്, ഇറ്റ്സ് ഓൾ മാസ്. യെസ്, ഇറ്റ് ഈസ് ഓൾ മാസ്, ബട്ട് ഇറ്റ് ഈസ് അവർ ട്രഡീഷൻ, ഇറ്റ്സ് കുർബാന. അതിനകത്ത് വളരെ വലിയ വ്യത്യാസമുണ്ട് ആ ടേമിൽ തന്നെ. അപ്പം എന്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇവിടെ വന്ന് അപ്പൊ 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ സിറോ മലബാർ കുർബാനയുള്ളൂ. അതും അച്ഛൻ മീൻസ് വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു 1500 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരു അച്ഛൻ, ഡാർവിനാണ്, ഇപ്പൊ ഒരു റീജിയണൽ ഏരിയ ആണ്. ബട്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഇല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഇപ്പൊ മെൽബണിൽ വന്നിട്ട് ഇറ്റ്സ് ബീൻ ഡിഫറെന്റ് നൗ, ബട്ട് ആ ഒരു സമയത്തൊക്കെ ഡാർവിൻ കുറച്ചും കൂടെ സ്മോൾ ആണ്. അപ്പൊ നമ്മളുടെ ഒരു എവറിഡേ പോകുന്നു. അപ്പൊ നമ്മള് ലാറ്റിൻ, ഇപ്പം ചാനിയ പറഞ്ഞ പോലെ ലാറ്റിൻ ട്രഡീഷൻ ഇല്ലെങ്കിൽ ലാറ്റിനിലാണ് നമ്മളിപ്പം, നമുക്ക് ഡെയിലി അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല, നമ്മൾ പോകുന്നു. And I was highly involved with that local diocese there as well. I was part of local diocesan oru advisory council I was part of. Young persons in the advisory council I was part of, but I was upholding my identity. The reason why അത് ഞാനതാണ്, ഇപ്പൊ ഞാൻ പാർട്ട് ഓഫ് ലൈക്ക് ഞാൻ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമായിരിക്കും, അത് that is there, but I always ഒരു മേക്ക് ഷുവർ ചെയ്യണം നമ്മള് നമ്മുടെ ഒരു സിറോ മലബാർ ഐഡന്റിറ്റി. അത് ടാനിയ ഇപ്പൊ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, എനിക്ക് ഇപ്പം ഞാൻ കൂടുതൽ അറിയുന്ന ഒന്നിനെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത്, ഇല്ലേ? സോ എനിക്ക് തോന്നുന്നത് അതായിരിക്കണം എനിക്ക് ആനിമേറ്റേഴ്സിനോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും അതാണ്. യു നീഡ് ടു നോ യുവർ റൂട്ട്സ് and you need to be proud of your roots. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം ഓസ്ട്രേലിയയിലെ ഇപ്പൊ 2ാമത്തെ ബാച്ച് ഞങ്ങൾ ഈ വർഷം ആരംഭിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മള് പൗരസ്ത്യ വിദ്യാപീഠം, ഇപ്പൊ നിങ്ങൾക്കറിയാം പൊന്റിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാട്ടില്, വടവാതൂരത്തെ പൗരസ്ത്യ വിദ്യാപീഠവുമായി ചേർന്ന് നമ്മളിപ്പം ഡിപ്ലോമ ഇൻ തിയോളജി നമ്മള് തുടങ്ങിയിരിക്കുകയാണ്. ലാസ്റ്റ് വീക്കിലെ ഞങ്ങളുടെ ഡിപ്ലോമ ഞാനും പഠിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മീൻസ് ലൈക്ക് വി ഓൾ സ്റ്റഡി. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഒരു ബാച്ച് യൂത്ത് ലീഡേഴ്സ് ആണ്, 38 ആളുകൾ ഒരു ബാച്ചിൽ, അതായത് 30 to 40 ആണ് ഒരു ബാച്ച്. അപ്പൊ ഈ വർഷത്തെ ബാച്ച് ഇപ്പം ഈ മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അവസാനം. അപ്പൊ അതൊരു കോൺക്രീറ്റ് സ്റ്റെപ്പാണ് ഞങ്ങൾ എടുത്തത്. ആൻഡ് ലൈക്ക് ഈ ലാസ്റ്റ് വീക്കിലെ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ സാൽവേഷൻ ഹിസ്റ്ററി, പക്ഷെ നമ്മള് ഒരു സിറിയക് ഫാദേഴ്സിന്റെ തോട്ട്സിൽ അതൊരു ഡിവൈൻ ഡിസ്പെൻസേഷൻ ആണ്. അപ്പൊ എനിക്കൊന്ന് ബിനോജനൊക്കെ അത് കുറെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുമായിരുന്നു. അപ്പൊ അതിനകത്തെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പം പേഴ്സണലി എനിക്ക് പോലും വളരെ എൻലൈറ്റനിങ് ആയിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റ് എഫ്രൈം, നമ്മളുടെ ഒരു സിറിയക് ചർച്ച് ഫാദർ പറഞ്ഞൊരു കാര്യം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു: സഭയാകുന്ന നൗകയെ പറുദീസയാവുന്ന തീരത്തേക്ക് നയിക്കുന്ന കാറ്റാണ് പരിശുദ്ധാത്മാവ്. നമ്മള് പെന്തക്കോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇറ്റ് വാസ് സോ ടച്ചിങ് ഫോർ മീ. ആൻഡ് ലൈക്ക് സഭയാവുന്ന നൗക, ലൈക്ക് സഭ ഒരു നൗക, ഒരു ഷിപ്പാണ്, പറുദീസയിലേക്കാണ് നമ്മൾ. കാരണം നമ്മളുടെ സിറോ മലബാർ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഓറിയന്റൽ ഇതെന്ന് പറയുന്നത് എവറിത്തിങ് വി ഡു വിത്ത് ദാറ്റ് എസ്കത്തോളജിക്കൽ തിങ്കിങ്ങിലാണ്. അതായത് നിത്യജീവനെ കേന്ദ്രീകരിച്ചാണ് നമ്മളുടെ എല്ലാം. ഇപ്പൊ നമ്മളുടെ കുർബാനയുടെ ടെക്സ്റ്റ് എടുത്തിട്ട് വെറുതെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മുഴുവൻ അതാണ്, ഒരു ട്രിനിറ്റോറിയൻ എസ്കത്തോളജിക്കലാണ് മുഴുവൻ. അപ്പൊ എനിക്ക് തോന്നുന്നേ as an animator what you need to do, first thing, go back and search and understand your roots so that we can inspire others to embrace the roots. കാരണം റൂട്ടിലേക്ക് പോയേ പറ്റൂ. And we need to go back to our basics.
സഭ ഇന്നത് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പൊ ഓസ്ട്രേലിയയിലാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ഇവാഞ്ചലൈസേഷനെ കുറിച്ച് പറയുന്നു. ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സെക്ടായിട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമുക്ക് ഇവാഞ്ചലൈസ് ചെയ്യണമെങ്കിൽ ഇഫ് യു ഡോണ്ട് പ്രൗഡ് ഓഫ് യുവർ ഐഡന്റിറ്റി, ഹൗ യു വിൽ ബി ഇൻസ്പയറിംഗ് അതേഴ്സ്, ഹൗ യു ആർ ഗോയിങ് ടു ഇവാഞ്ചലൈസ്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, സഭ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി കമ്മ്യൂണിയൻ ഓഫ് 24 ആണ്. ഇറ്റ് ഈസ് നോട്ട് ലാറ്റിൻ ഓൺലി. പല സമയങ്ങളിലും നമ്മൾ പറയുന്നത് നമ്മള് ഒരു ലാറ്റിൻ കോണ്ടെക്സ്റ്റിലായതുകൊണ്ട് നമുക്കത് മതി എന്നുള്ളതാണ്. നോ, കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത് യു ആർ ആക്ച്വലി വി ആർ means Catholic as universal but different rights, and we are having our apostolic tradition from Saint Thomas. അപ്പം ഇത് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത ചില കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ നമ്മൾ നമ്മുടെ സ്മോൾ ഗ്രൂപ്പുകളിലൊക്കെ ഞങ്ങളിപ്പം സപ്രയൊക്കെ ചിലവെടുക്കും. ഇതൊരു ഇപ്പം നമ്മുടെ ലീഡർഷിപ്പ് ഗ്യാതറിങ്സ് ഒക്കെ വരുമ്പോൾ സപ്ര നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, അറിയത്തില്ല. അത് നമ്മുടെ ലിറ്റർജി ഓഫ് അവേഴ്സ് ആണ് കേട്ടോ. നമ്മളുടെ ലിറ്റർജി ഓഫ് യാമ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന ലിറ്റർജി ഓഫ് അവേഴ്സ് സപ്രായിലാണ് നമ്മൾ തുടങ്ങുന്നതല്ല, തുടങ്ങുന്നത് റംസായിലാണ്. സന്ധ്യാപ്രാർത്ഥന തൊട്ട് ഇപ്പം അച്ഛന്മാര് നോർമലി റംസയും ലലിയയും സപ്രയും ചെല്ലാനാണ്. ഇപ്പൊ കോൺഗ്രിഗേഷൻ ഇൻവോൾവ് ആണെങ്കിൽ നോർമലി ഒരു കോൺഗ്രിഗേഷനിൽ അച്ഛന്മാര് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സപ്രയും റംസയും ഒക്കെ നമുക്കും ചെയ്യാവുന്നതാണ്. ഇപ്പം അതിന് ആപ്പൊക്കെ ഉണ്ട്, ലൈക്ക് ആ ആപ്പൊക്കെ ഒന്ന് സിറോ മലബാർ യാമ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തോണ്ട് കിട്ടും. അപ്പൊ അത് വളരെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോഴും ചാനിയ ഇപ്പം വി ആർ സ്റ്റിൽ figuring out ways where we can share our identity in detail. But ഇപ്പൊ സേ എക്സാമ്പിൾ ഒരു കുഞ്ഞു കാര്യം കൂടെ ഉള്ളേ, ഇപ്പൊ നമ്മളുടെ ഞാൻ വേറൊരു കാര്യത്തെയും ചലഞ്ച് ചെയ്യുന്നല്ലോ കേട്ടോ. പക്ഷെ നമ്മുടെ സിനഡിന്റെ തീരുമാനം അനുസരിച്ച്, സിറോ മലബാർ സിനഡിന്റെ തീരുമാനം അനുസരിച്ച് ലൈക്ക് ഇപ്പം നമ്മളുടെ കുർബാനയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേന് ആദ്യത്തെ വിശ്വാസ പ്രമാണം വരെ പുരോഹിതൻ ജനാഭിമുഖമായും അത് കഴിഞ്ഞ് അൾത്താരയിലേക്കുമാണ് ഇപ്പം സിനഡ് നമ്മളോട് പറയുന്നത്. അപ്പം നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം ബേമയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതായത് ഒരു ഓൾട്ടർ മാത്രമല്ലാതെ ലൈക്ക് രണ്ട് ബേമയും ഇല്ലെങ്കിൽ അതൊരു ചെറിയൊരു കോൺഷ്യസ് എഫേർട്ടാണ്. ബട്ട് നമ്മുടെ യങ് പീപ്പിൾ വിൽ ഗെറ്റ് ദ ഡിഫറൻസ്. ഞങ്ങള് പതിയെയാണ് ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ട് ഒരു സിനഡിന്റെ തീരുമാനം അനുസരിച്ച്, ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി ചെറുപ്പണത്ത് പിതാവ് അവിടെ ഉണ്ട്, ആൻഡ് ഹി വിൽ ബി ഗിവിംഗ് യു ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മാൻഡേറ്റ്സ് വാട്ട് യു നീഡ് ടു ഡു ഇൻ യുവർ കൺട്രീസ്. അപ്പൊ അതിനനുസരിച്ച് അവരെല്ലാം, എനിക്ക് തോന്നുന്ന ഒരു വെസ്റ്റേൺ ഇതിലുള്ള എല്ലാ പിതാക്കന്മാരും സിനഡ് പറയുന്നതാണ് ഫോളോ ചെയ്യാനായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പം അത് ഒന്ന് അങ്ങനെ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നാട്ടിൽ നിങ്ങൾ എവിടെയാണെന്നുള്ളത് ഇറ്റ് ഡസന്റ് മാറ്റർ നൗ. യു ആർ ഇൻ യൂറോപ്പ്. എനിക്ക് തോന്നുന്നു ഓക്കെ, കുറെ തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് നമ്മുടെ സമയത്തിന്റെ പ്രശ്നം കൂടെ നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ, if you can just give a one word answer to that. Like there was a question asking how often you gather in a unit. യൂണിറ്റ് ലെവലിൽ, നാഷണൽ ലെവലിലല്ല, യൂണിറ്റ് ലെവലിൽ നടക്കുന്ന ഒരു ഗ്യാതറിംഗിന്റെ ഒരു ഫ്രീക്വൻസി എന്താണെന്നൊരു ചോദ്യം വരുന്നുണ്ട്. യൂണിറ്റ് ലെവലുകളിൽ നോർമലി ടീം ഗ്യാതറിംഗ്സ് എവറി ഫോർട്ട്നൈറ്റ് ഇല്ലെങ്കിൽ മന്ത്ലി ബേസിസ്. അതായത് 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട്, ഒരു മന്ത് നമ്മുടെ എല്ലാ യൂണിറ്റുകളും നമ്മൾ നടക്കണം എന്ന് നാഷണൽ ലെവലിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു മന്ത്ലി ഗ്യാതറിംഗും ആൻഡ് ഡെഫിനറ്റ്ലി മന്ത്ലി മീറ്റിംഗും ആണ്. ലൈക്ക് മന്ത്ലി ഗ്യാതറിംഗ് ഫോർ ഓൾ ദ യങ് പീപ്പിൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ പാരിഷ്, ആൻഡ് മന്ത്ലി മീറ്റിംഗ്സ് ഇറ്റ്സ് ആക്ച്വലി എ ടീം മീറ്റിംഗ്. സോ ദാറ്റ് മീൻസ് എവറി ഫോർട്ട്നൈറ്റ് ലീഡേഴ്സ് വിൽ കം ടുഗദർ. ഓക്കെ, ഗ്രേറ്റ്. നാഷണൽ ലെവലിൽ എവറി വീക്ക് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ വാസ്റ്റ് ആയിട്ടാണ്, വാട്ട് ആർ ദ സ്കിൽസ് ദാറ്റ് ആനിമേറ്റേഴ്സ് റിക്വയർസ്. എനിക്ക് തോന്നുന്നത് വലിയ ടോപ്പിക്കാണ്.
we will take it to the next module of maybe our companion or something. And one Yeah. more question: do you conduct any seminars or workshop to parents regarding youth conflicts? യെസ് വി ഡു. ലൈക്ക് ഇപ്പം നമ്മള് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ യൂത്തിന്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോഴത്തേന് ഇപ്പൊ റെസിഡൻഷ്യലോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പൊ നമ്മള് ഒരു ടീൻസ് മിനിസ്ട്രിയും കൂടെ ഇപ്പം സിറോ മലബാർ ടീൻസ് മിനിസ്ട്രി നമ്മളിപ്പം ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം പിള്ളേർക്ക് പ്രോഗ്രാംസ് നടക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഡേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 hour നമ്മൾ പേരൻസിനെയും കൂടെ ഒന്ന് ഒരുമിച്ച് കൂട്ടാറുണ്ട്. ഇഫ് ഇറ്റ് ഈസ് എ റെസിഡൻഷ്യൽ പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒരു 3 hour ഒരുമിച്ച് കൂട്ടുന്നു. ഒരു ചെറിയൊരു ഒരു ടോക്കും കുർബാനയും ആരാധനയും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഇത്. കാരണം അത് നീഡഡ് ആണ്. ദാറ്റ് ഈസ് വെരി മച്ച് നീഡഡ്. കാരണം പേരൻസിന് വേണ്ടത് ഞാൻ വിചാരിക്കുന്ന ഒരു മൈഗ്രന്റ് പാരന്റിങ് സ്കിൽസിനെ കുറിച്ച് കൂടുതൽ സ്കിൽസിനെ കഴിഞ്ഞു അപ്പുറം ഒരു മൈഗ്രന്റ് പാരന്റിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു ഇൻഡെപ്ത് ആളുകൾ അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, വി ഡു ദാറ്റ്.